ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി ടോപ്പിക്ക് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതിനു മുമ്പ് പൈ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പൈ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ 2 വീഡിയോ ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ്, എൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വീഡിയോ പോയിട്ട് വാച്ച് ചെയ്യുക. 2 വീഡിയോ ഉറപ്പായിട്ട് വാച്ച് ചെയ്യുക. അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പൈ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകാം. ലൈറ്റ് കോയിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ലൈറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം 130 USD പോയിട്ട് ഏറ്റവും ഡൗൺ എന്ന രീതിയിൽ 94 USDയിലോട്ട് പെട്ടെന്ന് മാർക്കറ്റ് പോയിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് നോക്കാം. ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം ഡൗൺ എന്ന രീതിയിൽ 77,000 78,000 USD വന്നിട്ട് ഏകദേശം നമ്മുടെ ട്രംപിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് കാരണം 94,000 USD പോയി. അടുത്ത ദിവസം തന്നെ അത് വീണ്ടും ഡൗൺ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് 81,000 USDയിലോട്ട് വന്നു. ഈ ഒരു സമയം ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഹൈ ആയ അതേ പാറ്റേണിൽ ഹൈ ആയി വീണ്ടും ഡൗൺ എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഇനി ആൾട്ട് കോയിൻ അല്ലെങ്കിൽ ആൾട്ട് സീസൺ വരാൻ സാധ്യതയുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം മുമ്പുള്ള വീഡിയോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിസ്ക് റിവാർഡ്, നിങ്ങൾ ഇനി ഡൗൺ എന്ന രീതിയിൽ ആൾട്ട് കോയിൻസ് ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, പക്ഷേ റിവാർഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. പല പ്രോജക്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോജക്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CET ഒക്കെ നിങ്ങൾക്ക് ആവറേജ് ബൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.05 അല്ലെങ്കിൽ 0.055 നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ XRPക്കകത്ത് അതിൻ്റെ ഒരു റിസ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിബ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാർഡിനെ നിങ്ങൾക്ക് ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡിനോ ഏകദേശം മറ്റുള്ള പ്രോജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 100% ഹൈ എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിട്ട് വീണ്ടും 0.94 ആണ് നിൽക്കുന്നത്. ഏകദേശം ബിറ്റ് കോയിൻ്റെ പ്രൈസ് സൈഡ് വൈസ് ആണ് നിൽക്കുന്നുവെങ്കിൽ കാർഡിനോ ആവട്ടെ നമ്മുടെ XRP ആവട്ടെ ഇത് വീണ്ടും പുതിയ ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഏറ്റവും ടോപ്പ് പോയിട്ട് ഡൗൺ എന്ന രീതിയിലോട്ട് വന്നിട്ട് വീണ്ടും ഹൈ എന്ന രീതിയിൽ സൈഡ് വൈസ് ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോഴും ഹൈയിൽ തന്നെയാണ്, ടോപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് ബിറ്റ് കോയിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നാൽ പോലും മാർക്കറ്റ് എന്ന് പറയുന്ന ബിറ്റ് കോയിൻ്റെ പ്രൈസ് ആവട്ടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ആവട്ടെ നല്ല രീതിയിൽ തന്നെ ഹൈ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ. നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ അത് ഡൗൺ എന്ന രീതിയിലോട്ട് വീഴാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം മാർക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുക. ഇനി ബിറ്റ് കോയിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വോളിയം നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്കാൽപ്പേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആവറേജ് ബൈ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ പ്രോജക്റ്റും താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം EOS ഒക്കെ 0.53 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ IOTA എന്ന് പറയുന്നത് 0.21 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.21 0.20 0.19 USD റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫയൽ ടോക്കൺ അത് തന്നെയാണ്, $3 ആണ്. യൂണിസാപ്പ് $7 ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആവറേജ് ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ആണ്. മിക്ക പ്രോജക്റ്റും ഡൗൺ എന്ന രീതിയിൽ. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സിലിക്കയൊക്കെ 0.012 ആണ്. സിലിക്ക ബാറ്റ് ഇങ്ങനത്തെ പ്രോജക്റ്റൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇനി നമ്മുടെ ഡോജി പ്രോജക്റ്റ് ഏകദേശം 0.20 ആണ്. പലരും കേട്ട ഒരു സംശയമാണ് ഇത് ബൈ ചെയ്യാമോ എന്ന്. ഇവിടുത്തെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.20 നിങ്ങൾ ആവറേജ് ബൈ ചെയ്യുകയാണെങ്കിൽ ഇനി ഡൗണിലോട്ട് വീഴുകയാണെങ്കിൽ 0.10 താഴെ വരെ ഡോജി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ആവറേജ് ബൈ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബിറ്റ് കോയിൻ ആവട്ടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും പെട്ടെന്ന് ക്രാഷിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മറ്റുള്ള ആൾട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത് എല്ലാം സെയിം പൊസിഷനിൽ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഏകദേശം ഹെബേർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം 0.25 തന്നെയാണ്. ടോൺ $3 ആണ്. ടോൺ ഏകദേശം $2 1.5 USD ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആർബിട്രോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. CR എന്ന് പറയുന്ന പ്രോജക്റ്റ് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യുക 0.078 0.06 അല്ലെങ്കിൽ 0.05 USD റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ KuCoinൻ്റെ ഇതെന്ന് പറയുന്നത് $10 USDയിൽ നിങ്ങൾക്ക് പകുതി എങ്കിലും ബൈ ചെയ്ത് വെക്കുക. KuCoinൻ്റെ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് $11 USD ആണ്. KCS അല്ലെങ്കിൽ KuCoinൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് $11 USD ആണ്. ഒന്നെങ്കിലും ബൈ ചെയ്ത് വെക്കുക. കാരണം മാർക്കറ്റ് ഹൈ എന്ന രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന്
ട്രെൻഡ് ചേഞ്ച് ആയി പോകുന്നതായിരിക്കും. ഏകദേശം $2 $3 ഞാൻ പറഞ്ഞതാണ് KCS ലോഞ്ചായ ടൈം തന്നെ ബൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ജാസ്മി, മിക്ക പ്രോജക്റ്റ് നിങ്ങൾക്ക് ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്, പക്ഷേ റിവാർഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മുടെ കേക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും 1.77 എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യുക. $1 വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കേക്ക് ബൈ ചെയ്യുക. കേക്ക് യൂണിസാപ്പ് എന്ന് പറയുന്നത് നല്ല പൊട്ടൻഷ്യലുള്ള പ്രോജക്റ്റാണ്. അതുകൊണ്ട് ടാർഗറ്റ് ചെയ്യുക, ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ETHW എന്ന് പറയുന്ന പ്രോജക്റ്റ് 1.69 ആണ്. ആവറേജ് ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതീരിയത്തിൻ്റെ പ്രൈസ് $2000 താഴെ പോവുകയാണെങ്കിൽ ഇത് ഏകദേശം വീണ്ടും $1 താഴെ ETHW വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ആവറേജ് ബൈ ചെയ്യുക. ഇപ്പോഴും ആൾട്ട് കോയിൻസിൻ്റെ നല്ല പ്രോജക്റ്റ് എല്ലാം നിങ്ങൾക്ക് ആവറേജ് ബൈ ചെയ്യാം. റിസ്ക് കുറവാണ്, ഒരു 100-150% ഉള്ളൂ. പക്ഷേ റിവാർഡ് എന്ന് പറയുന്നത് ഒരു 300% വരെ വേണമെങ്കിൽ വരാം. ഓക്കെ, പലരും പറയുന്ന ആൾട്ട് കോയിൻസ് സീസൺ ഇനി വരുന്നതായിരിക്കുമെന്നാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 300%, 400% ആണ്. ഓക്കെ, കാരണം നേരത്തെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ഡോജി എന്നൊക്കെ പറഞ്ഞാൽ 0.06 ഞാൻ നിങ്ങളുടെ അടുത്ത് ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഡൗൺ ആയി നിൽക്കുന്ന പ്രൈസ് പോലും 0.20 ഏകദേശം 300%-ന് മുകളിൽ അത് ഹൈയിൽ തന്നെയാണ്. ഓക്കെ, പലർക്കും ഹൈയിൽ തന്നെയാണ്. അതുകൊണ്ട് ഏകദേശം ഇനിയുള്ള റിസ്ക് എന്ന് പറയുന്ന റിവാർഡും നിങ്ങളുടെ ഫണ്ട് അനുസരിച്ച്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യുന്നവർ മാത്രം കൂടുതൽ മാർക്കറ്റിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി സൊളാന കുറേ പേർ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു സൊളാനെങ്കിലും ബൈ ചെയ്യാമോ $120. നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിറ്റ്കോയിൻ്റെ ഞാൻ സൊളാന ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് $10 താഴെയാണ്. ഓക്കെ, അത് ഏകദേശം സൊളാനയുടെ പ്രൈസ് 294 വരെ പോയി, വീണ്ടും ഏകദേശം 143 നിൽക്കുന്നത്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഒരു 120 വേണമെങ്കിൽ പകുതി സൊളാന ബൈ ചെയ്യാം. ഓക്കെ, പക്ഷേ റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് ക്രാഷ് വരികയാണെങ്കിൽ വീണ്ടും സൊളാനയുടെ പ്രൈസ് ഏകദേശം നിങ്ങൾക്ക് $30 അല്ലെങ്കിൽ $20 റേഞ്ചിലോട്ട് മാർക്കറ്റ് വേണമെങ്കിൽ വീഴാം. ഓക്കെ, അതാണ് അതിൻ്റെ അകത്തുള്ള റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് സൊളാന ഫോക്കസ് ചെയ്യാം. എല്ലാ പ്രോജക്റ്റും നല്ല പ്രോജക്റ്റ് ആവട്ടെ, ഒരിക്കൽ മാത്രമായിരിക്കും നമുക്ക് അതിൻ്റെ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ എൻ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള അവസരം വളരെ റയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. അത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സൊളാനയുടെ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചൊക്കെ നമുക്ക് കഴിഞ്ഞു പോയി. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കാവുന്നതാണ്. ഓരോന്നിൻ്റെ ബെസ്റ്റ് ആവറേജ് പ്രൈസ് കഴിഞ്ഞു പോയി, പ്രോഫിറ്റായി, വീണ്ടും മാർക്കറ്റ് ഏകദേശം ഒരു 50-50 കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് റിസ്ക് റിവാർഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ റിസ്ക് നിങ്ങൾക്ക് 150% ആണ്. റിവാർഡ് എന്ന് പറയുന്നത് ഒരു 300% വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താല്പര്യമുള്ളവർക്ക് എൻ്റർ ആവാവുന്നതാണ്.